ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്നത്തെ റെസിപ്പി ഫലാഫലാണ്. ഇത് മിഡിൽ ഈസ്റ്റിലുള്ള ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വെള്ളക്കടല വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. വൈറ്റ് ചിക്ക് പീസ്. ഇവിടെ ഞാൻ ഓവർനൈറ്റാണ് വെള്ളക്കടല സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. വേവിച്ച ശേഷം അത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 3/4 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിയുമ്പോൾ ഏകദേശം 1.5 കപ്പ് കടലയോളം ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയും പാർസ്ലി ലീഫുമാണ്. ഇതാണ് പാർസ്ലി ലീഫ്. ഇതിൻ്റെ ഇല ഇത് കാണുമ്പോൾ മല്ലിയില പോലെ തന്നെയാണ്. ലീഫിന് കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരിക്കും. പാർസ്ലി ലീഫാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ഇനി നിങ്ങൾക്ക് പാർസ്ലി ലീഫ് കിട്ടുന്നില്ലെങ്കിൽ ഇത് മല്ലിയില വെച്ചും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കോറിയൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ ഇതിലേക്ക് ഒരു ബൈൻഡിങ് ഏജൻറ്റായി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ കടലപ്പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല നിങ്ങൾ നന്നായി ഡ്രെയിൻ ചെയ്ത് വെക്കണം, ഒരു അരമണിക്കൂർ നേരം. എന്നാലേ അത് നന്നായിട്ട് അതിലെ വെള്ളം എല്ലാം പോകണം. അതിലൊട്ടും വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. നമുക്ക് കടല അരച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ച മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മല്ലിയിലയും പാർസ്ലി ലീഫും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. ഇവിടെ ഞാൻ വലിയ ജാറായതുകൊണ്ടാണ് ഒറ്റ പ്രാവശ്യം അരച്ചെടുത്തത്. നിങ്ങൾ അരയ്ക്കുമ്പോൾ 2 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇത് അധികം അരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ പരിപ്പ് വടക്കൊക്കെ ചെയ്യുന്നത് പോലെ ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ട്. നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ലെമണിൻ്റെ പകുതി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിരസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് നന്നായി കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലപ്പൊടിയും ഉപയോഗിക്കാം. അതിനുശേഷം കയ്യിൽ കുറച്ചൊരു എണ്ണ തടവിയ ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ബോൾസാക്കിയെടുക്കാം. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫലാഫൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഏകദേശം നമ്മൾ ഇടുന്ന ബോൾസ് കവർ ചെയ്യുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവ് കത്തിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് പതുക്കെ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇതുപോലെ 2 സൈഡും നന്നായി ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സെറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫലാഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. അതുപോലെ ബോൾസ് കവർ ചെയ്യുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.